ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ബീഫ് പുലാവാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനു വേണ്ടി 2 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് എടുത്തേക്കുന്നത്. 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ജാതിപത്രി ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്, പൊടിഞ്ഞ് വെച്ച് കഷ്ണങ്ങളായതാണ്. 2 ടേബിൾ സ്പൂൺ ജീരകം മുഴുവനുള്ളത്. ഏലക്ക 3-4 എടുത്തിട്ടുണ്ട്. 1 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 5-8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 സവോള നൈസായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തുട ഉള്ളി, വെളുത്തുള്ളി ഇട്ടാ. പിന്നെ ഇഞ്ചി ഒരു 3-4 കഷ്ണം, അതായത് 1 കഷ്ണം എടുത്തിട്ട് 3-4 കഷ്ണം ആക്കിയതാണ്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാൻ. ആദ്യം ബീഫ് നല്ല വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നുറുക്കിയേക്കണേ. നമ്മൾ സാധാ ബീഫ് കറി വെക്കണ മാതിരി അല്ല കേട്ടോ. ബീഫ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജാതിപത്രി ഇട്ട് കൊടുക്കുക, ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഞാൻ നേരത്തെ ആദ്യം എല്ലാം കാണിച്ച എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും ചതയ്ക്കും പിടിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഇഞ്ചി കഷ്ണങ്ങളില്ലേ, അത്, പിന്നെ വെളുത്തുള്ളി ഒരു തുടം, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. നൈസായിട്ടൊന്നും അരിയണ്ട, വലിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്താലും മതി. അതിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം. അതായത് ഈ ചോറിന് എത്ര വെള്ളം വേണോ അതനുസരിച്ച് വയ്ക്കും. ഞാൻ 1 ഗ്ലാസ് അരിയാണ് ചോറ് വയ്ക്കാൻ എടുത്തേക്കണേ, അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണേ. ഇതിൽ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. പാകത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ബീഫ് വേവിക്കുക. ബീഫ് ചെറിയ പീസല്ല കേട്ടോ, വലിയ പീസായിട്ടാണ് നുറുക്കിയേക്കണേ. ഒരുവിധം ഒരു വലിയ പീസിൽ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് അതിൽ കുറച്ച് സവോള ആദ്യം നമുക്ക് മൊരിച്ചെടുക്കണം. ഇതിൻ്റെ മീതി ഇടാൻ വേണ്ടിയിട്ടാണ്, പുലാവിൻ്റെ മീതി ഇടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സവോള നമുക്ക് മൊരിച്ചെടുക്കാം. കുറച്ച് സവോളയുള്ളൂ, അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊരിഞ്ഞ സവോള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഞാൻ ഫുൾ വീഡിയോ കാണിക്കണില്ല, അപ്പോൾ ദൈർഘ്യം കൂടും, അത് കാരണമാണ് കേട്ടോ കുറച്ചേശം കാണിക്കുന്നത്. സവോള നമുക്ക് എടുക്കാം. അതിന് സവോള വറുത്ത് കോരി എടുക്കാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ 2-3 ഏലക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഇടാം കേട്ടോ. 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 1 കഷ്ണം പട്ട 2 നുറുക്കിയത് അത് ഇട്ട് കൊടുക്കാം. ജാതിപത്രി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മളിനി ചോറ് വയ്ക്കാനാണ് ഇട്ട് പോണേ, അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജീരകം ഇല്ലേ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ജീരകം, അതാണ് ഇട്ട് കൊടുത്തേക്കണേ. അതൊന്ന് മൂത്ത് വരണം. അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരണം. ഞാനപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് അരിയാണ് കഴുകി ഞാൻ വെച്ചേക്കണത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. ഞാൻ സവോള നന്നായിട്ട് വാടിയാൽ മതി, മൊരിയണ്ട, നന്നായിട്ട് ഒന്ന് വാടണം. ഇതിൽ കിടന്ന് സവോള നന്നായിട്ട് ഒന്ന് വാടി വരും. മൊരിഞ്ഞു പോകണ്ട, നന്നായിട്ട് വാടിയാൽ മതി. നന്നായിട്ട് വാടണുണ്ട്. അതെ, ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫിൽ, അതായത് നമ്മൾ വെള്ളം അടക്കം വേവിച്ചില്ലേ, അതിൽ നിന്ന് ആ ബീഫ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് മാത്രം എടുത്താൽ മതി. ആ വെള്ളം നമ്മൾ ഊറ്റി മാറ്റി വയ്ക്കുക, അതാണ് ചെയ്യേണ്ടത്. അതിലിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റുക, എന്നിട്ട് വെള്ളം മാത്രം ഊറ്റി വയ്ക്കുക. ഈ ബീഫ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരണ മാതിരി വറുത്ത് കോരി കഴിഞ്ഞിട്ട് അതിൽ വെള്ളത്തിൽ ജലാംശമൊക്കെ മാറി കഴിയുമ്പോൾ, ബീഫിൽ മാറി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. ആ 1 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം, ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം ഊറ്റി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വളരെ സിമ്പിളാണ് ബീഫ് പുലാവ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബീഫും ചോറും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഒരുവിധം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. വേവ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സാക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൽ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തുറന്ന് നോക്കി. ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി. കണ്ട, വെള്ളമൊക്കെ വറ്റി. നമ്മുടെ ബീഫ് പുലാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മളിതൊന്ന് പൊത്തി മൂടി വയ്ക്കുക. അപ്പോൾ ഈ ഉരുളിക്ക് നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അതിന് വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് പൊത്തി മൂടി ഇത് വയ്ക്കാം. തീ നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ സവോളയില്ലേ അത് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വയ്ക്കുക. ഒരു 10 മിനിറ്റ് വരെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഇനി അത് തുറന്ന് നോക്കി നമ്മുടെ ബീഫ് പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബീഫ് പുലാവ് ഉണ്ട്. കണ്ട? അങ്ങനെ നമ്മുടെ ബീഫ് പുലാവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.